എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ്. അഞ്ചാമത്തെ ദിവസമായിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്ന് തീരുമാനിക്കാതെ UDF കേന്ദ്രങ്ങൾ ഉജ്ജ്വലമായ തർക്കങ്ങളും വാഗ്വാദങ്ങളിലുമാണ്. ഇന്ന്, അതായത് അഞ്ചാമത്തെ ദിവസം, ഇന്ന് രാത്രി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും എന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മിക്ക നേതാക്കന്മാരും, പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അഭ്യൂഹങ്ങൾ പലതും പറയുന്നുണ്ട്. ഒരുപക്ഷേ KC വേണുഗോപാലായിരിക്കാം, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയായിരിക്കാം, VD സതീശനായിരിക്കാം. ഇതാരാണ് എന്ന് ഈ മൂന്ന് പേരുമാണ് ബലാബലം നിൽക്കുന്നത്. ഇതിലാരെ പരിഗണിക്കണം എന്നുള്ള കാര്യത്തിലാണ് ഈ പ്രശ്നം മുഴുവൻ. എന്തിനാണ് അതങ്ങനെ ഒരു ചർച്ച എന്ന് മനസ്സിലായില്ല. നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ UDFൻ്റെ നേതൃസ്ഥാനത്തിരുന്നുകൊണ്ട്, പ്രതിപക്ഷ സ്ഥാനത്തിരുന്നുകൊണ്ട് കേരളത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിരുന്നത് VD സതീശനാണ്. തീർച്ചയായിട്ടും ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടാവുക ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ജനം മറിച്ച് വോട്ട് ചെയ്തതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അഴിമതിയും കെടുകാര്യസ്ഥതയും അങ്ങനെയുള്ള ഭരണവിരുദ്ധ വികാരം ഒരു പ്രധാന ഘടകമാണ്. പിന്നെ ജാതി, മത, വർഗ, വർണ്ണ ഇങ്ങനെയൊക്കെ ഉള്ള വർഗീയമായിട്ടുള്ള നിലപാടുകൾ, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് ഒരു ഇലക്ഷനിൽ വോട്ട് വീഴുന്നതിൽ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഒരു പക്ഷേ ഈ VD സതീശൻ എന്ന് പറയുന്ന ഒരു പേഴ്സണായിരിക്കും. കാരണം തെറ്റില്ലാത്ത രീതിയിൽ അദ്ദേഹം പ്രതിപക്ഷത്ത് ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജോലി നിർവഹിക്കുകയും ത്രിതല പഞ്ചായത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അടക്കമുള്ള തിരഞ്ഞെടുപ്പുകളിൽ നേതൃത്വപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെ വ്യക്തമായ രീതിയിൽ, നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തു എന്നുള്ളതാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വോട്ട് ചെയ്ത ജനങ്ങളെ സംബന്ധിച്ച് അവർ ഒരു പ്രതീക്ഷ വെച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ആ പ്രതിപക്ഷ നേതാവിൽ തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. VD സതീശനെ സംബന്ധിച്ച് അത്യാവശ്യം കാഴ്ചപ്പാടുള്ള ഒരു നേതാവ് തന്നെയാണ് എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ഭരണമാറ്റം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ വോട്ട് ചെയ്തവരാണ് അധികവും. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സംവിധാനത്തെ അടിമുടി മാറ്റിമറിച്ചുകൊണ്ട് കേരളത്തിൽ രാഷ്ട്രീയ ചിത്രത്തിൽ ഇല്ലാതിരുന്ന ഒരു വ്യക്തി, അതായത് KC വേണുഗോപാൽ, അദ്ദേഹം AICC സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ കഴിവിലൊന്നും തർക്കമില്ല. പക്ഷേ AICC ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തി മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടത്തുകയാണ്. അതിന് പറയുന്ന ന്യായീകരണം, ഇപ്പോൾ AICCയുടെ ഭാഗത്തുനിന്നുള്ള ന്യായീകരണമായിരിക്കാം MLAമാരുടെ ഒരു സപ്പോർട്ട്, MLAമാരുടെ സപ്പോർട്ട് ജനങ്ങളുടെ സപ്പോർട്ടായിട്ട് കാണണം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാരണം അത് ചെറിയ കാര്യമല്ല. അതായത് വളരെ മുന്നേ ഈ MLA സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടി നിയോജക മണ്ഡലങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന സമയത്ത് തൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന, തൻ്റെ ഇംഗിതത്തിന് വഴങ്ങുന്ന സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും അങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾക്ക് ഭീമമായ തുക ഇലക്ഷൻ ഫണ്ട് എന്നുള്ള നിലയ്ക്ക് അനുവദിച്ചു കൊടുത്തുകൊണ്ടും KC വേണുഗോപാൽ കളിച്ച കളിയുടെ ഭാഗമായിട്ടാണ് ഈ MLAമാർ അനുകൂലമായിട്ട് നിൽക്കുന്നത് എന്നുള്ള ഒരു വാദമുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു അഭിപ്രായം കേരള സമൂഹത്തിൽ ഉയർന്നു വരുന്നു. അങ്ങനെയാണെങ്കിൽ അത് ജനാധിപത്യത്തിൻ്റെ ശവമടക്കാണ് എന്നുള്ളതാണ്. അതിന് ഈ സപ്പോർട്ട് കൊടുക്കുന്ന, അതായത് ഇങ്ങനെ ഒരാളെ കേരളത്തിൻ്റെ പ്രവർത്തനത്തിൽ, UDFൻ്റെ പ്രവർത്തനത്തിൽ ചിത്രത്തിലൊന്നുമില്ലാതിരുന്ന KC വേണുഗോപാലിനെ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു, ഈ MLAമാർ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് അവർ ഉത്തരം പറയേണ്ടതുണ്ട്. ഇന്ന കാരണങ്ങൾ കൊണ്ട്, ഇന്ന ക്വാളിറ്റി ഉള്ളത് അദ്ദേഹത്തെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ VD സതീശൻ്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ എത്തരത്തിലാണ് കാണുന്നത് എന്നുള്ളൊരു മറുചോദ്യമുണ്ട്. VD സതീശൻ ഒരു നല്ല പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്നുകൊണ്ട് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ പദ്ധതികൾ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞ ഈ വളരെ മുന്നൊരുക്കത്തോട് കൂടിയിട്ട് പൈസ കൊടുത്ത് സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിച്ച് അത് തനിക്ക് മുഖ്യമന്ത്രിയാകാനായിട്ടുള്ള ഒരു അവസരം ഒരുക്കി എങ്കിൽ ജനാധിപത്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യം ആശങ്കയുണ്ടാക്കുന്നത് തന്നെയാണ്. കാരണം കാശ് ഇൻവെസ്റ്റ് ചെയ്ത് സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിച്ച് ഏത് കോടീശ്വരനും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയൊക്കെ ആകാവുന്ന ഒരു സാഹചര്യമല്ലേ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? പൈസ കൊടുത്താൽ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുമെങ്കിൽ അത് ആർക്കാണ്, ഏത് കോടീശ്വരനാണ് ചെയ്തുകൂടാത്തത്? ഏത് കോർപ്പറേറ്റുകൾക്കാണ് ചെയ്തുകൂടാത്തത്? അപ്പോൾ ആ കോർപ്പറേറ്റുകളുടെ താളത്തിന് തുള്ളുന്ന ഒരു ഭരണകൂടത്തെ ഉണ്ടാക്കിയെടുക്കാൻ എന്താണ് ഇന്നത്തെ സാഹചര്യത്തിലൊരു ബുദ്ധിമുട്ട്? അല്ലെങ്കിൽ ഒരു മതവർഗീയ ശക്തി ഇൻവെസ്റ്റ് ചെയ്താൽ, ഫണ്ട് മുടക്കി കഴിഞ്ഞാൽ
അവരുടെ താല്പര്യത്തിന് തുള്ളുന്ന ഒരു ഗവൺമെൻറ്റിനെ ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല എന്നുണ്ടോ? അപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സങ്കല്പം എത്തരത്തിലാണ് അട്ടിമറിക്കാൻ പാകത്തിന് ഇന്ന് പരുവപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആശങ്ക. അപ്പോൾ ഇത് ഒരു ചെറിയ കാര്യമല്ല. ഭരണഘടനയും നിയമങ്ങളൊക്കെ അവിടെ നിൽക്കുക. ആ ഭരണഘടനയെയും നിയമങ്ങളെയും വളരെ വിദഗ്ധമായിട്ട് അട്ടിമറിച്ചുകൊണ്ട് അധികാരം കൈക്കലാക്കുക എന്നുള്ള ആ ഒരു ഗുരുതരമായ പെശകാണ്, തെറ്റാണ് ഇവിടെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അതിനുള്ള കരുനീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ 5 ദിവസം പിന്നിടുമ്പോഴും ഇവിടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ സാധിച്ചിട്ടില്ല. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറാൻ ഭരിച്ച് ബഹുഭൂരിപക്ഷത്തോടെ ജയിച്ചു വന്ന ഒരു വിങ്ങിന് അല്ലെങ്കിൽ ആ ഒരു പാർട്ടിക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. ജനം അസ്വസ്ഥരാകുന്നു. ജനം പ്രതിഷേധത്തിൽ, കേരളത്തിലുള്ള പൊതുസമൂഹം പ്രതിഷേധിക്കുന്നത് വി.ഡി. സതീശൻ ആവണം എന്നുള്ളതാണ്. കാരണം വി.ഡി. സതീശനെ കണ്ടുകൊണ്ടാണ് അവർ വോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് വേറൊരാൾ നൂലിൽ കെട്ടി ഇറക്കുകയാണ്. അത് പിന്നിൽ നടന്ന ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ. ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഇത് ഇത്തരം സംഭവങ്ങൾ അരങ്ങേറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ നിയമനിർമ്മാണങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാവേണ്ടതുണ്ട്. ഇതിപ്പോൾ എം പിമാർക്ക് മത്സരിക്കാൻ, എം പിമാർ പിന്നെ MLA സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനം കോൺഗ്രസ് എടുത്തു, UDF എടുത്തു എന്നൊക്കെ അറിയുന്നു. പക്ഷേ MP ആയിട്ടുള്ള KC വേണുഗോപാലിന് ആ നിയമം ബാധകമല്ലേ, ആ തീരുമാനം ബാധകമല്ലേ? അല്ലെങ്കിൽ ഇതെടുത്ത AICCക്ക് അത് നടപ്പിലാക്കാനുള്ള ബാധ്യതയില്ലേ? ഇതിപ്പോൾ AICC പറയുന്നത് എന്താണ്? MLA മാർ ഭൂരിപക്ഷം MLA മാർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്കതിനെ എതിർക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ AICC അന്വേഷിക്കേണ്ടത് എന്തുകൊണ്ട് MLA മാർ ഇങ്ങനെ ഒരു തീരുമാനം പറയുന്നു എന്നുള്ളതാണ്. ആ ചോദ്യമാണ് കേരളീയ സമൂഹം ചോദിക്കേണ്ടത്. എന്തുകൊണ്ടാണ് MLA മാർ KC വേണുഗോപാലിനെ തിരഞ്ഞെടുക്കുന്നത്? ആ MLA മാർ മറുപടി പറയണം. MLA മാർ മറുപടി പറഞ്ഞേ പറ്റൂ. കാരണം ജനത്തിൻ്റെ ഒരു സംശയമാണ്, എന്തുകൊണ്ടാണ് താങ്കൾ അല്ലെങ്കിൽ MLA എന്നുള്ള നിലയ്ക്ക് താങ്കൾ KC വേണുഗോപാലിനെ തിരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാണ് ഇവിടെ രമേശ് ചെന്നിത്തലയുണ്ട്, വി.ഡി. സതീശനുണ്ട്, അവരോട് ആരും സപ്പോർട്ട്, അവരുടെ പ്രകടനം മോശമായതുകൊണ്ടാണോ? അല്ലെങ്കിൽ അവർ മുഖ്യമന്ത്രി ആവാൻ ആപ്റ്റായിട്ടുള്ള ആളുകൾ അല്ലാതിരുന്നുകൊണ്ടാണോ നിങ്ങൾ KC വേണുഗോപാലിനെ പോലെ ഒരാളെ, അത് AICCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരാളെ ആ ചുമതലയിൽ നിന്ന് മുഖ്യമന്ത്രി പദത്തിലേക്ക് ക്ഷണിക്കുന്നത്? എന്ത് ലാഭം, എന്ത് മെച്ചം കണ്ടിട്ടാണ് നിങ്ങളത് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം, പൊതുസമൂഹത്തിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് ഈ KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യുന്ന MLA മാർ. അത് പറയട്ടെ. ഒരു ജനാധിപത്യത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഒരു പ്രവൃത്തിയാണിത്. ജനം പ്രതീക്ഷിച്ച് വോട്ട് ചെയ്തു. ആ പ്രതീക്ഷയ്ക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു ഗവൺമെൻറ്, ഒരു സംവിധാനം അല്ലെങ്കിൽ ചില വ്യക്തികൾ അവിടെ ഭരണത്തിൽ കയറുകയാണ്. ഇതാ ജനങ്ങളോട് ചെയ്യുന്ന വഞ്ചനയല്ലേ, കൊടിയ വഞ്ചന. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന പരിപാടിയല്ലേ ഇത്? അപ്പോൾ തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾക്ക് പ്രസക്തിയുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതൊരു നിസ്സാര കാര്യമല്ല. അപ്പോൾ ആര് വിചാരിച്ചാലും, ഏത് കോടീശ്വരൻ വിചാരിച്ചാലും ഇവിടെ ഒരു ഭരണം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, ഭരണത്തിൽ ഏറാനായിട്ട് സാധിക്കും. ഒരു കോടീശ്വരൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടായി വരും. ഇവിടുത്തെ മതവർഗീയ ശക്തികൾ വിചാരിച്ചാൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടായി വരും. ഈ തരത്തിലാണ് പോക്കെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വളരെ ശക്തമായ നിയമ നടപടികൾ ഈ ഒരു വലിയ ജനാധിപത്യത്തിൻ്റെ ശവക്കല്ലറ തീർക്കാനായിട്ടുള്ള ഈ ശ്രമങ്ങളെ പരാജയപ്പെടുത്താനായിട്ട് വളരെ ശക്തിയുള്ള നിയമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. കേരള സമൂഹം അക്കാര്യത്തിൽ വളരെ വിജിലൻ്റായി ഇത് കാണുകയും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും വേണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.